അടുത്ത അയൽവാസി താത്തനെ വിളിക്കുന്നത് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്, നിൽക്കാതെ മഴ പെയ്യാണ്, എന്താ സ്ഥിതിന്ന്. അതിന് മുമ്പ് ഒരു 10-11 മണിയപ്പോൾ ഞാൻ പുഴയിലേക്ക് ടോർച്ചടിച്ച് നോക്കിയിട്ടുണ്ട് വെള്ളം കയറിയിട്ടുണ്ടോ എന്താന്നൊക്കെ. പക്ഷേ ഉരുൾപൊട്ടലുണ്ടെങ്കിലും സാധാരണ ആ പുഴ ആ ദിശയിലൂടെ അങ്ങനെ പോവലാണ്. അത്ര വലുത് പ്രതീക്ഷിക്കുന്നില്ല. അതായത് ഇപ്പൊ ഈ അനുഭവിച്ച ആളുകൾ, രക്ഷപ്പെട്ടവർ പോലും മരണപ്പെട്ടവർക്ക് ചിലപ്പോൾ അതിനെ പറ്റി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ചൂരൽ മലയിലാണുള്ളത്. നമുക്കൊക്കെ അറിയാം, കേരളത്തെ നടുക്കിയ ആ ഒരു വലിയ ഉരുൾപൊട്ടൽ നടന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ പിന്നിലൊക്കെ കാണുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം, ഹാഫിള് ജുനൈദ് ഷാമിൽ അസ്ഹരി ഉസ്താദാണ്. അപ്പോൾ അന്ന് ഉസ്താദ് ഇങ്ങനെ അപകടത്തിൽ നിന്നും തലനാരിയേക്ക് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുകയും അതൊരുപാട് ആളുകളിലേക്ക് എത്തുകയും ഇവിടുത്തെ ആ ഒരു നേർക്കാഴ്ച തന്നെ എല്ലാവർക്കും മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ അന്നേ ഞാൻ കരുതിയതാണ് ഉസ്താദിൻ്റെ ഈ ഒരു നാട്ടിൽ ഒന്നുകൂടെ വന്നിട്ട് ഇവിടുത്തെ അനുഭവങ്ങൾ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഒന്ന് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അറബി ഉസ്താദും അദ്നാൻ സഖാഫി ഉസ്താദൊക്കെ ഉണ്ട്. ഞങ്ങളൊന്ന് ജസ്റ്റ് ഇവിടേക്ക് വന്നതാണ്. അപ്പോൾ ഉസ്താദ് ഇവിടെ ഉണ്ട്. ഉസ്താദ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ അങ്ങ് പറഞ്ഞുതരും. അല്ലാതെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു വീഡിയോ ഞാൻ അല്ലാതെ ഒരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഉസ്താദ് എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥകൾ ഇവിടെ? ഇപ്പോൾ നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ അതായത് മുൻകാല പ്രവാചകന്മാരെയൊക്കെ ഒരു ഭൂമി മറിച്ചിടുക എന്നുള്ള ഓരോ ഹിസ്റ്ററിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെയെന്നുള്ള നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ അള്ളാഹ്ക്കെല്ലാം നിസ്സാരം എന്നുള്ളത് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ ഈ മഹല്ലിൽ 300-ഓളം വീടുകളുണ്ടായിരുന്നു ഉരുൾപൊട്ടലിന് മുമ്പ്. ഇപ്പോൾ ഇതിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഒരു 100-110 അത്ര വീടുകളെ ഇപ്പോൾ ഉള്ളൂ. അതായത് മൊത്തം പോയതല്ല, ഒരുപാട് ആളുകൾ മാറി താമസിച്ചവരും, അതായത് വെള്ളം കയറിയതും താമസിക്കാൻ പറ്റാത്തതും അപകട സാധ്യതയുള്ളതും, അപ്പോൾ അങ്ങനെ മാറി താമസിച്ചവരാണ്. അപ്പോൾ ഈ സത്യത്തിൽ ഈ നാടിപ്പോൾ ഒരു പിന്നിലേക്ക് പോവുകയാണ്. എന്താണെന്നുള്ളത്, ഇപ്പോൾ പള്ളിയിൽ 2 ഉസ്താദന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ശമ്പളം കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒരു വിഷമത്തിലാണ് പോണത്. എന്നാലും അൽഹംദുലില്ലാ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പുനരധിവാസവും അതുപോലെ മുസ്ലിം ലീഗിൻ്റെതും SYSൻ്റെതും അങ്ങനെ വിവിധ സന്നദ്ധ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളും പുനരധിവാസത്തിൽ നടക്കുന്നുണ്ട്. അതുപോലെ ഈ നാട്ടിലുള്ള ആളുകൾ ഇവിടെ തന്നെയാണ് ഒരു 80% ആളുകളും വർക്ക്, അതായത് കടകളായിട്ടും പുറം നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരു 10-20% വിദേശ പ്രവാസികളുണ്ട്. അതെ, ഇപ്പം എസ്റ്റേറ്റിലൊക്കെ ആളുകളില്ലാത്തതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളുകളെ കൊണ്ടുവന്നിട്ടാണ് വർക്ക് നടക്കുന്നത്. എന്തൊരു കാര്യം നടക്കണമെങ്കിൽ ജനങ്ങൾ. അതെ. പിന്നെ ഈ ജനങ്ങളൊക്കെ ഇവിടുന്ന് മാറിപ്പോയി ഇപ്പോൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ കാര്യങ്ങൾ, വർക്കും കാര്യങ്ങളും സ്വന്തമായിട്ടുള്ളതും ഒക്കെ ഇങ്ങനെ ആയി വരുന്നുള്ളൂ. ഇനി വീട് ഏതാണ്ട് 3-4 മാസം കൊണ്ട് വീടുകളാവും, അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ നാട് ഇനി എന്താവും എന്നുള്ള ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ട്. വീടുകൾ ഇപ്പോൾ കൽപ്പറ്റയാണ് ഗവൺമെൻറ്, പിന്നെ അതുപോലെ നമ്മളെ SYSൻ്റെത് തൃക്കൈപ്പറ്റ, അങ്ങനെ മുട്ടിൽ ഭാഗത്താണ് ഇപ്പോൾ ലീഗിൻ്റെത്, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ ഈ നാടിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ വലിയൊരു വേദനയാണ്. അപ്പോൾ പണ്ടത്തെ രൂപത്തിലല്ല ഇപ്പോൾ മഹല്ല് ഓടുന്നത്. അപ്പോൾ ഇനി മുമ്പോട്ട് ഇനി എന്താവും, ആളുകളൊക്കെ ഭീതി കൊണ്ട് ഇനിയും ഒഴിഞ്ഞു പോവുമോ എന്നൊക്കെ ഒരു ആശങ്ക ഉണ്ട്. നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ അതിരി യഥാർത്ഥത്തിൽ പൊട്ടാൻ എല്ലാവരും സാധ്യത കൽപ്പിച്ച സ്ഥലത്തല്ല. അപ്പോൾ ഒന്നും കൂടി പേടിയുണ്ട്. അന്ന് രാത്രി ഞാൻ ഒരു സമയം ഈ 1:30 സമയത്ത് ഓടി വന്ന് ഈ ഭാഗത്താണ് വഴി നിൽക്കണോടത്താണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ കരുതിയത് 8-ാം നമ്പർ പൊട്ടിയെന്നാണ്. പക്ഷേ സത്യത്തിൽ 8-ാം നമ്പറിൻ്റെ ഒരു ഭാഗം പൊട്ടിയിട്ടില്ല. പക്ഷേ 8-ാം നമ്പറിൽ നിന്ന് വെള്ളം വന്നത് പോലും ഈ ഫോഴ്സിൽ അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് വെള്ളം. കാരണം അതിൻ്റെ ഫോഴ്സ് അത്രയാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഈ ഭാഗമാണ്, ഇതിൻ്റെ പിൻഭാഗത്താണ് പൊട്ടി വന്ന് ചൂരൽമല ഭാഗത്തേക്ക് അടിഞ്ഞ ഭാഗം. അവിടെ പോയാൽ അറിയാം. കാരണം തിങ്ങി താമസിച്ച വീടുകളായിരുന്നു. ഇപ്പോൾ ഒക്കെപ്പാടെ അതായത് പരിചയമുള്ള ഞാൻ പോയാൽ പോലും അറിയുന്നില്ല എവിടെ എന്താ വീട്, നമ്മളെ മക്കളെ വീട് എവിടെ, അല്ലെങ്കിൽ കമ്മിറ്റിക്കാരുടെ വീട് എവിടെ, ഒന്നും. കാരണം പല മൗലീദിനും പല ആവശ്യങ്ങൾക്കൊക്കെ പോയതല്ലേ, ഇപ്പോൾ ഒന്നും തിരിയാത്ത രൂപത്തിലായി. ആളുകളൊന്നും ഇല്ലാതെ പരിചയക്കാരൊക്കെ. അതെ, ഒരുപാട് ആളുകളപ്പെട്ടു പോയി അല്ലേ. അപ്പോൾ ഇനി പോലീസുകാർ ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടുത്തടുത്ത് ഇപ്പോൾ 900 കണ്ടി ഉണ്ട്. ഇതപ്പോൾ അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. പിന്നെ ബോച്ചൻ്റെ പരിപാടി ഉണ്ട്. അപ്പോൾ അതിലേക്ക് വരുന്ന ആളുകളൊക്കെ ചിലപ്പോൾ എന്തായാലും കാണാൻ വേണ്ടി. കാരണം അത് ചെറിയൊരു പൊട്ടലല്ലല്ലോ. കേരളത്തിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായില്ല. കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഇത്ര ഭീതി ഉണ്ടായിട്ടില്ല. ഗവൺമെന്റ് പുറത്തിട്ട് കണക്കുപ്രകാരം എത്ര ആളാണ് മരിച്ചത്? 500 ആളുകൾ മരണപ്പെട്ടു.
അൺഒഫീഷ്യലി വേറെ കുറേ അതായത് പുറത്ത് പിന്നെ ഒരുപാട് അതായത് ബംഗാളികളായിട്ടും അസാമിലെ ഓരോ വർക്കിന് വന്ന ആളുകളുണ്ട്. അവരൊന്നും അപ്പോൾ അവരത് കണക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ കിട്ടിയവരതാണെങ്കിലും ഓരോ ശരീരത്തിൻ്റെ ഭാഗം വെച്ച് DNA ഒരാളെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ കുറച്ച് പാർട്സുകളൊക്കെ ആണല്ലോ കിട്ടിയിട്ടുണ്ട്. അതെ അതെ, അതുകൊണ്ട് ശരീരം മൊത്തം കിട്ടിയിട്ടില്ല. പിന്നെ 47 ആളെ തീരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ ജുമാക്കൊക്കെ ആള് ജുമാക്ക് പിന്നെ ഇന്നിപ്പോൾ ജുമാ ദിവസമാണ്. അപ്പോൾ സത്യത്തിൽ 2 നില പള്ളി ഫുള്ളാണ്. ഇപ്പോൾ പകുതിയേ ഉള്ളൂ നാട്ടുകാർ, അതായത് അടിപ്പള്ളിയിൽ. ബാക്കി പുറത്തുള്ള യാത്രക്കാർ വന്നിട്ടാണ്. ചില സമയത്തൊക്കെ ഞാൻ മുഅദ്ദിനോട് ചോദിക്കാറാണ് 40 ആൾ തേഞ്ഞിക്കണോ, ഇല്ലെങ്കിൽ ഹനഫിയിലേക്ക് നമ്മൾ അങ്ങോട്ട് പോയിട്ട് തക്കൽ ചെയ്തിട്ട് വേറെ രൂപത്തിലേക്ക് മാറേണ്ട ഒരു രീതി വരുമോ എന്നുള്ളൊക്കെ ഒരു ഭയമാണ്. പിന്നെ അങ്ങനെ മഴ പെയ്തപ്പോൾ ഞാൻ പള്ളിയിൽ നിന്ന് ഒരു 2 മണി ആയിക്കണേ. അപ്പോൾ ഞാൻ മെല്ലെ ഡോറ് തുറന്നിട്ട് എന്താ സംഭവിക്കണം അറിയില്ല, ഭയങ്കര ജെർക്കിങ്. അപ്പോൾ ഇനി പൊട്ടുകയാണെന്നുള്ളൊരു പേടിയായി. പിന്നെ ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് വേറെ വീടുണ്ട്, അവിടെ നിന്നും ഡോറ് തുറന്നിട്ട് ഒരു ടോർച്ച് അടിക്കുന്നുണ്ട്. ഇവരും പേടിച്ചിട്ടുണ്ട്. വേറെ സക്കാഫി നമ്മൾ കടയിൽ നിന്ന് കണ്ട സക്കാഫിയാണ്, ആ ചായക്കടയിൽ. ആ മൂപ്പര് വിളിച്ച് എന്തൊരു ജെർക്കിങ് ഉണ്ടല്ലോ പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഫയർഫോഴ്സ് ഓണാക്കിയതാ. അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ സ്ഥിതി. ആ ഒരു പേടി മാറിയിട്ടില്ല. ഒരു സൗണ്ട്, വലിയ സൗണ്ട് കേൾക്കുമ്പോൾ പേടിയില്ലേ? അതെ. ഒന്ന് ഓടി അവിടെ ഇത് കഴിച്ചിങ്ങനെ ഓടിയിട്ടുണ്ട് അമ്മ. ആളുകൾ ഇപ്പുറ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പം നിൽക്കുന്ന ചെറിയൊരു വീടാണ്. അപ്പോൾ ഈ മഴ സമയത്ത് തീരെ നിൽക്കാൻ പറ്റില്ല, കാരണം വീട് കിട്ടാനില്ല. പിന്നെ ഫാമിലിയായിട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ ആളുകൾ ഭക്ഷണമൊക്കെ ഹോട്ടലാണ്, അപ്പോൾ അത് തീരെ താങ്ങില്ല. പിന്നെ നമ്മൾ വിട്ടേച്ച് പോകാനും പറ്റൂല ഒരു സാഹചര്യത്തിൽ. അപ്പോൾ പിന്നെ പൈസ അങ്ങനെ തരും. അപ്പം എന്താകും, വീട്ടിൽ നിന്നാകുമ്പോൾ ഒരു പ്രശ്നമില്ല. അപ്പോൾ ചെറിയ വീട്, ഒറ്റ അടുക്കള, ഒറ്റ ആളുള്ളൂ. രാവിലെ തന്നെ പോയി. പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് സാധനമൊക്കെ കൊണ്ടുപോയി. ഇവിടെ ഓല് സമ്മതിക്കുന്നില്ല പെരക്കാരെ. ഞാൻ വരാൻ പിന്നെ ധൈര്യപ്പെടുന്നുണ്ട്, പക്ഷേ ഉമ്മയും പാപ്പയും ആരും അമ്മായിമ്മ ഒന്നും വിടണില്ല. നമ്മളിപ്പോൾ താഴെ കാണുന്ന ഏരിയ മൊത്തം ഇപ്പോൾ ഫാമിലിയായിട്ട് നിൽക്കൽ നടക്കുള്ളൂ. ഈ ഭക്ഷണം ഹോട്ടലായതുകൊണ്ട് മണ്ണിൻ്റെ കളർ കാണുന്ന സ്ഥലങ്ങളൊക്കെ 4-5 മാസം ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പള്ളിയിൽ. ജമാഅത്തിനൊന്നും ഒരാളെ വിളിക്കലേനു. ഫർദ് കിഫ വിടണ്ടേ, അങ്ങനെ ഓരോരുത്തരെ ടൗണിൽ നിന്നൊക്കെ വിളിച്ചെടുത്തിട്ട് ജമാഅത്ത് നടത്തലേനു. ഇപ്പോൾ പിന്നെ അൽഹംദുലില്ലാ കുറേ റൂട്ടായി. വരുമ്പോൾ ഇന്ന് ഇവിടെ നിന്നത്, ഇവിടെയൊക്കെ ഫുൾ വെള്ളമാണ് ടൗണ്. പിന്നെ അത് കഴിഞ്ഞൊരു അതെ, അതാ പറഞ്ഞ സ്കൂൾ ഒരു മറവായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടാവുക. ഈ ഫോഴ്സ് താഴ്ഭാഗത്ത് പിന്നെ ഇങ്ങനൊരു ബെൻഡ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകണം സൂചിപ്പാറക്ക്. ഇത് നേരെ ഇങ്ങനെ അടിച്ച് കയറിയിട്ട് 1/2 കിലോമീറ്റർ അടിച്ച് കയറിയാണ്. അപ്പോൾ ആ ഫോഴ്സ് ഇവിടെ വന്നാൽ ഉണ്ട്. പക്ഷെ ഇവിടെ മുണ്ടക്കയിൽ വാട്ടർഫാൾസ് ഉണ്ട്. പിന്നെ സീതമുക്കുണ്ട് പറഞ്ഞിട്ട്, അത് സീതമുണ്ടൊക്കെ ഇപ്പോൾ കാണാനേ ഇല്ല, ഒക്കെ തരിശ ഭൂമിയായി പോയി. റോഡ് ഇതിലുണ്ട് റിസോർട്ട് ഒരുപാട് പോയി. 10-40 റിസോർട്ട് ഉണ്ട്. അതിൽ ഒരു 10 പോയി. പിന്നെ 400 വീട്ടിൽ ഒരുപാട് ആൾക്കാരെ പൈസ അല്ലേ, ഇതിനൊന്നും ഒരു തെളിവ് പോലും ഇല്ലാണ്ട് അങ്ങനെ റിസോർട്ട് അവിടെ ഉണ്ട് എന്ന് പറയാനുണ്ട്. പക്ഷെ ജനങ്ങളെ പിന്നെ ഈ സേവനം കൊണ്ട്, സഹായം കൊണ്ടാണ് ഈ നാട് ഇപ്പോൾ ആളുകൾ ഇവിടെ ഉയർന്നിട്ടില്ലെങ്കിലും പുറത്തൊക്കെ പോയിട്ട് രക്ഷപ്പെട്ടത്. ശനി വരൂലേ കാണാൻ അല്ല, ഈ ആളുകൾ ഇവിടെ വരുന്നതിലൂടെ എന്താ പറയുക, ഈ നാടിനൊരു പുനരധിവാസം ഉണ്ടാവും. പക്ഷെ ഇത് എല്ലാവരും ഉദ്ദേശിച്ചത് അല്ല, ഈ അട്ടമലക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വരുന്നവരെ തടയുന്നൊരു ഇല്ലേ, ഇവിടുത്തെ നാട്ടുകാർ വരെ ആരും വരണ്ട, ഞങ്ങളെ കാണാൻ വരണ്ട എന്നൊക്കെ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ആ ഒറ്റപ്പെടൽ മാറാനും വരവ് സഹായിക്കും. ഇപ്പോൾ ഞാൻ പറയാ, ഇപ്പം നമ്മൾ ആ കടയിൽ പോയപ്പോൾ അവർ ആരെങ്കിലും വന്ന് കയറി വെള്ളം കുടിച്ചിട്ട് പോയിട്ട് ഞങ്ങൾ ജീവനമാർഗ്ഗമാണ്. കാരണം നിങ്ങളൊക്കെ വന്നിട്ട് തരുന്നതേ ഉള്ളൂ എന്ന് അവർ പറയുന്നത്. അല്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ 80% ആൾക്കാർ ഇവിടെ തന്നെ വർക്ക്, അവനവൻ്റെ സ്ഥലം, എല്ലാവർക്കും സ്ഥലങ്ങളുണ്ട്. കാരണം പണ്ട് പിടിച്ചെടുത്തുള്ളതായതുകൊണ്ട് തേയില, ഏലം, കാപ്പി, കുരുമുളക് പറഞ്ഞിട്ട് എല്ലാവരും സ്വയം കൃഷികളായിരുന്നു. പിന്നെ ഇവിടെ തന്നെ എല്ലാ വർക്കും എസ്റ്റേറ്റിൽ, അതുപോലെ തന്നെ കടകളിലൊക്കെ ഒരുപാട്. അങ്ങനെ 70 കട അറിയുമ്പോൾ ഒരു കടയിൽ 2-3 തൊഴിലാളികളുടെ തന്നെ എത്ര ഓരോ കുടുംബങ്ങൾ രക്ഷപ്പെടുകയല്ലേ കാഴ്ചൻ്റെ ഇവിടെയുള്ള. അപ്പോൾ അത് ഇവിടെ വന്നിട്ട് ഇതിനെ ഓർമ്മയില്ല, ഇത് സീറ്റായിരുന്നു, ഇതായിക്കണ്ട് വീണ്. അന്നും താഴെ വെള്ളമാണ്, അപ്പോൾ അതിൽ കണ്ട് വീണ്, പിന്നെ വലിച്ചെടുത്തതാണ്.
പക്ഷെ നിങ്ങൾ സത്യത്തിൽ രാവിലെ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ മേൽഭാഗത്തൊക്കെ പോയി കണ്ടാൽ കാരണം അത്ര ഒരു രൂപമാണ് അവിടെ. പള്ളി മുകളിലാണ്. അവിടുന്ന് ഈ ഇങ്ങോട്ട് വന്ന് അടിഞ്ഞോടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാം പള്ളി. ആ പള്ളീൻ്റെ അവിടേക്കൊന്നും ഒരു നിലക്കും, കാരണം ഈ അപകടം വന്നൊരു 200 മീറ്റർ മേലെയാണ് പള്ളി. എന്നിട്ടും പോയിട്ടാണ്. പക്ഷെ ഉസ്താദ് മൂപ്പര് ഇറങ്ങിയതാണോ എന്ത് സംഭവം എന്നറിയില്ല. കാരണം ഒച്ചയായിട്ടപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ സംഭവിച്ചാണ്. പള്ളീൻ്റെ കുറച്ച് താഴ്ഭാഗത്ത് മൂപ്പര് കിട്ടണേ. ഒരു വലിയ പ്രായമൊന്നുമില്ല, 10-30 വയസ്സേ ഉള്ളൂ. ആ പൈസ ഓ ഭയങ്കര സുഖം, അതേ ഭയങ്കര ബന്ധം. ആ അതെ അതെ. 6:40. അപ്പോൾ ഇവിടെ ഈ ഒരു നാടുമായിട്ട് ഇപ്പോൾ ചൂരൽമലയും മുണ്ടക്കയും തമ്മിലുള്ള ഇതിൻ്റെ ഇടയിലുള്ള ഒരു പാലമാണല്ലോ സാർ? അതെ. ഇതെങ്ങനെയാണ് പാലം, ഈ ഒരു സൈന്യത്തിൻ്റെ പാലം വരാൻ കാരണം? ഇത് പിന്നെ ഇവിടെ ആയിരുന്നു ആദ്യത്തെ പാലം. ഇത് ഏതാണ്ട് 1940 സ്വാതന്ത്ര്യദിനത്തിനൊക്കെ മുമ്പ് നിർമ്മിച്ച പാലമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടത് നാട്ടുകാർ. അതായത് അന്ന് പൊട്ടണിൻ്റെ തലേ ദിവസം ഇതിൻ്റെ മേലെ നിന്ന് ആ ചരിത്ര ഹിസ്റ്ററി പറയുന്നത്. പിന്നെ ഇത് പോയതോടുകൂടെ എന്തായി, ഈ അട്ടമല പറഞ്ഞ ഭാഗമാണ് ഇങ്ങോട്ട് ഇടത്തോട്ട്, വലത്ത് മുണ്ടക്കൈ. ഇത് രണ്ടൊരു ദ്വീപായി മാറി. കാരണം ഇത് പോയതോടുകൂടെ കണക്ഷൻ പോയല്ലോ. ഇപ്പോൾ പിന്നെ ഗവൺമെൻറ് ഒരു പാലം ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് മുട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ പാലം വരുന്നുണ്ട്, ഓവർ ബ്രിഡ്ജായിട്ട്. അതെ, ഓവർ ബ്രിഡ്ജായിട്ട്. അല്ല, അപ്പോൾ ഈ പാലം പിന്നെ സൈന്യം ഒരു 2 കണക്ഷൻ അങ്ങോട്ട് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട്? രക്ഷാപ്രവർത്തനത്തിന് മാത്രമല്ല, കാരണം പിന്നെ ഇപ്പോൾ താൽക്കാലികം പാലം വരുന്നത് വരെ ഒരാവശ്യത്തിന് വേണ്ടി, അന്നത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി മാത്രമാണ്. ഏകദേശം 10 മാസമായില്ലേ? അതെ. അപ്പോൾ അതിനിപ്പോൾ ഈ റോഡ് പണി തീർന്നു കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ കരാറ് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു അമ്പലം എവിടെയായിരുന്നു? അമ്പലം ഈ ആൽമരാണ്. അതിൻ്റെ അവിടെ ആയിരുന്നു, വലിയൊരു അമ്പലമായിരുന്നു. ഒരു അറിയപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെ പറയാം. ആളുകളൊക്കെ വന്ന് സന്ദർശിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ വണ്ടികളാണ്? ഇത് ഇവിടെ തേയില. ഇപ്പോൾ ഇവിടുത്തെ ആളുകളായിരുന്നു പണിക്കാരൊക്കെ. അപ്പോൾ അവരൊക്കെ പോയപ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പുറത്തുനിന്നൊക്കെയാണ് ആളുകൾ വരുന്നത്. മരിച്ചു പോയപ്പോൾ? അല്ലല്ല, ഇവിടെ വിട്ടുപോയതല്ലോ. കുറേ മരിച്ചുപോയ ആളുകളുണ്ട്. എത്ര ആൾ മരിച്ചു കണക്ക്? ഏതാണ്ട് എന്താ ഒരു 100-500 അറേഞ്ച് ആളുകൾ പോയിട്ടുണ്ട്. 2 വാർഡ്. അതെ, 11, 12 ഓർമ്മയിൽ 2 വാർഡാണ് പോയിട്ടുള്ളത്. അതായത് മുണ്ടക്കൈ പറഞ്ഞാൽ ഒരു വാർഡ് ഭാഗം തന്നെയാണ്. അത് മൊത്തം പോയി. കാരണം അതിൻ്റെ 90% പോയി. ആ ലൊക്കേഷൻ ഇല്ല, എന്നാൽ വാസയോഗ്യമല്ല അവിടെ. ഓൾറെഡി നമുക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കാണാം. ഭയങ്കര ഈ ഒരു പാലാട്ട് കഴിഞ്ഞാൽ പിന്നെ അട്ടമല, ആ ഒരു മുണ്ടക്കൈ ഭയങ്കര ഒരു സൗന്ദര്യമുള്ള സ്ഥലങ്ങളാണ്. ഈ അവിടെ നമ്മളെ ഈ നിലമ്പൂർ മേഖല കാണാൻ പറ്റിയ ഏരിയയാണ് ഈ ഇവിടെ അട്ടമല. അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഓൾറെഡി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സ്തംഭിച്ചു പോയി. പിന്നെ ഈ ടൗൺ എന്ന് പറയുമ്പോൾ 10-70 കടകളും ഒരുപാട് ആളുകൾ. ഇവിടെ ഉള്ള നാട്ടുകാർക്ക് തന്നെ പുറത്ത് പോയി ജോലി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എല്ലാവരും ഒരു 80% ആളുകൾ ഇവിടെ തന്നെ വർക്ക് ചെയ്യണവരാണ്, സ്വന്തമായിട്ട് സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നിന്നു. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പുനരധിവാസവും. ഇവിടെ ഒരു മണിക്കൂറിലധികം മഴ പെയ്താൽ തന്നെ ഇപ്പം ഈ സത്യത്തിൽ ഗവൺമെൻറ് ഇത് മുമ്പേ ക്ലിയർ ചെയ്യണം ഈ പുഴ. കാരണം വെള്ളം വരുമ്പോൾ പരന്ന് വരും, പിന്നെ ടൗണിലേക്ക് വരിക. അപ്പോൾ ഇത് മുന്നേ അവർ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ എന്തോ കാര്യങ്ങളുണ്ട്. അതെ, ചെയ്യുന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ എനിക്കൊരു മാസമല്ലേ ഉള്ളൂ. പക്ഷേ മേൽഭാഗത്തൊക്കെ ഒരുപാട് അങ്ങനെ ഒരു ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒലിച്ചു. അതെ, ഇവിടുന്ന്. അതെ, മുണ്ടക്കൈയിൽ നിന്ന് വന്നിട്ട് ചൂരൽമല ഭാഗത്തേക്ക് അടിച്ചിട്ട് പിന്നെ തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നത്. നമുക്കാണെങ്കിൽ അപ്പോൾ എന്തായാലും വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന സമയത്ത് തന്നെ ജനങ്ങളൊക്കെ ഒരു വിഷമമുള്ള ആളുകൾ, മുഖത്തൊക്കെ ഒരു വിഷമമുണ്ടല്ലോ. കാരണം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നമ്മളെ വീട്ടിലൊരു ഉപ്പ മരിച്ചാൽ തന്നെ ഒരു കാലത്തും അതിൻ്റെ വിഷമം നമുക്ക് മാറില്ല. പക്ഷേ ഒരു വീട്ടിൽ മുഴുവൻ ആളുകൾ മരിച്ചു, അല്ലെങ്കിൽ ഒരു നാട്ട് മൊത്തമായിട്ട് നശിക്കുകയാണ്. അതെ, നമ്മളൊരു ഇപ്പോൾ പള്ളിയിൽ നിന്ന് ഇന്നാലില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളാ നാട് അത്ഭുതപ്പെടും. കാരണം ഒരു മൊത്തത്തിൽ, കാരണം മയ്യത്ത് നിസ്കരിക്കേണ്ട മക്കൾ പോവുകയാണ്, യാസീനോ തന്നെ ഉമ്മ പോവുകയാണ്, ആരും ഇല്ലാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ എന്തായാലും അല്ലാത്തവരെ എല്ലാവർക്കും നല്ല ക്ഷമ കൊടുക്കട്ടെ. തീർച്ചയായിട്ടും എല്ലാവരും ദ്വാരക്ക് പ്രത്യേകം കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. എന്തായാലും ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ ഇവിടെ ഒന്ന് വന്ന് സന്ദർശിക്കുക. എന്നാലും അള്ളാൻ്റെ ഒരു സൃഷ്ടികളെക്കുറിച്ചും അള്ളാനെ ഭയപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ്
മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.